SFIO അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് കമ്പനി നൽകിയ ഹർജിയിൽ നാളെ ഇടക്കാല ഉത്തരവ്. കർണാടക ഹൈക്കോടതിയാണ് നാളെ ഉച്ചകഴിഞ്ഞ് 2:30 ഉത്തരവ് പുറപ്പെടുവിക്കുക. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, എത്രത്തോളം നിർണായകമാണ് നാളെ കോടതിയിൽ നിന്ന് വരാനുള്ള തീരുമാനം? മധു, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു വിധിയാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി പുറപ്പെടുവിക്കാൻ പോകുന്നത്. നാളെ ഉച്ചയ്ക്ക് 2:30 ജസ്റ്റിസ് നാഗപ്രസന്നയാണ് ഈ കേസിൽ ഇടക്കാല വിധി പറയുക. ഏതായാലും ഈ രണ്ട് അന്വേഷണം, അതായത് ROC അന്വേഷണത്തിനൊപ്പം SFIO അന്വേഷണം കൂടി നടക്കുന്നത് ശരിയല്ല, ചട്ടങ്ങൾക്ക് എതിരാണ് എന്നുള്ളൊരു വാദമായിരുന്നു വീണ വിജയനും അതുപോലെ തന്നെ എക്സാലോജിക്കും കോടതിയിൽ ഉയർത്തിയത്. എന്നാൽ SFIOക്ക് പ്രത്യേകിച്ച് പരിമിതികൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ അന്വേഷണം വന്നാൽ ROC അന്വേഷണത്തെക്കാൾ കൂടുതൽ അവർക്ക് കുറച്ചുകൂടി പരിമിതികളില്ലാതെ ഈ കേസിൽ അന്വേഷണം നടത്താനാകും എന്നുള്ള ഒരു വാദമാണ് സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ SFIക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഉയർത്തിയത്. ഏതായാലും ഈ കേസിൽ CMRL പല നേതാക്കൾക്കുമായി 135 കോടി രൂപയൊക്കെ നൽകി എന്നുള്ള ഒരു വാദമൊക്കെ കോടതിയിൽ ഉയർത്തിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ച ശേഷമാണ് കോടതി ഈ കേസിൽ വിധി പറയുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച കേസിൽ വാദം കേട്ടത്. വിശദമായി ഇരുഭാഗത്തിന്റെയും വാദം കേട്ടു. അതിനുശേഷമാണ് ഇപ്പോൾ വിധിയിലേക്ക് പോകുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിലെ എന്തായിരിക്കും വിധി എന്നുള്ളത് നിർണായകമാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ ഈ SFIO അന്വേഷണം റദ്ദാക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച കേസ് പരിഗണിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം അല്ലെങ്കിൽ SFIO ആവശ്യപ്പെട്ട രേഖകളെല്ലാം കൈമാറാൻ കർണാടക ഹൈക്കോടതി എക്സാലോജിക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണത്തിനെതിരെ എക്സാലോജിക് നൽകിയ ഹർജിയിൽ നാളെ ഉച്ചതിരിഞ്ഞ് കർണാടക ഹൈക്കോടതിയുടെ വിധി. KB ശ്രീധരൻ വിവരങ്ങൾ നൽകിയത്.